നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും NHSന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ NHS നാഷണൽ ഹെൽത്ത് സർവീസസ് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചിതമായ ഒരു സ്ഥാപനമാണ്. പണ്ടുകാലം തൊട്ടേ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേരാണ് യുകെയിലെ NHSൽ വർക്ക് ചെയ്യാൻ വരുന്നത്. അവർ നാട്ടിലേക്ക് നല്ല രീതിയിൽ പൈസ അയക്കുകയും ഇവിടെ തന്നെ നല്ല രീതിയിൽ ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ NHSനെ നമുക്ക് നല്ല പരിചിതമാണ്. നമ്മുടെ നാട്ടിലുള്ള യുവതലമുറ നഴ്സിംഗ് തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് UK പോലുള്ള രാജ്യങ്ങളിലേക്ക് നേഴ്സായിട്ട് വരാമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ഈ യുകെയിലെ NHSനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1948 സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനമാണ്. ഇപ്പോൾ ഏകദേശം 12 ലക്ഷത്തോളം പേരാണ് ആ NHSകളിൽ വർക്ക് ചെയ്യുന്നത്. NHSകൾക്ക് ഏകദേശം 11,000-ഓളം ഹോസ്പിറ്റൽസ് ആണ് യുകെയിൽ ഉള്ളത്. അവിടെ എല്ലാം കൂടെ ഏകദേശം 1.5 ലക്ഷത്തോളം ഡോക്ടർമാരും 3.5 ലക്ഷത്തിന് മുകളിൽ നഴ്സുമാരുമാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ NHSകളുടെ വേക്കൻസികളുടെ എണ്ണം എപ്പോഴും 1 ലക്ഷത്തിന് മുകളിൽ തന്നെയാണ്. അത് ഒരിക്കലും അവർക്കത് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ NHSലേക്കുള്ള ഒരു ജോലി സാധ്യതകൾ ഒരിക്കലും കുറയുന്നില്ല. അതുകൂടാതെ യുകെയിലെ ഏജ്ഡ് പോപ്പുലേഷന്റെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ബെഡ്സ് എല്ലായിടത്തും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഫ്യൂച്ചറിലും ഈ NHSകളിലേക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് യുകെയിലെ NHSലെ വേക്കൻസികളാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേരാണ് നേഴ്സസ്, സോഷ്യൽ കെയർ വർക്കേഴ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഇപ്പോൾ യുകെയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഒരുപാട് സോഷ്യൽ കെയർ വർക്കേഴ്സിന് യുകെയിൽ ഡയറക്റ്റ് ജോലി കിട്ടി ഇവിടുത്തെ NHSലേക്ക് വരുന്നതിനെ കുറിച്ച് കാണുന്നുണ്ട്. അന്നേരം നമുക്ക് നല്ലൊരു അവസരമാണ്. അന്നേരം നമ്മൾ പ്രധാനമായിട്ട് വേണ്ടത് ഈ സോഷ്യൽ വർക്ക് പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചാൻസസ് കൂടും. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒഡേപ്പൊക്കെ പോലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെ സോഷ്യൽ വർക്കേഴ്സിനെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം അതിനൊക്കെയുള്ള ശ്രമിക്കുക. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് യുകെയിലെ NHSലെ ഇപ്പോഴത്തെ നിലവിലുള്ള വേക്കൻസികളെ കുറിച്ചാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് നിലവിൽ യുകെയിൽ ഉള്ളവർക്ക് NHSൽ എത്രമാത്രം സാധ്യതകളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ NHSലെ ജോബുകൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ട്രാക്ക് ജോബ്സ് എന്നൊരു വെബ്സൈറ്റ് വഴിയാണ് NHSലെ ജോബുകൾക്ക് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ, എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിന്റെ സ്റ്റെപ്സ് എന്താണ്, എങ്ങനെ വേക്കൻസികൾ കണ്ടെത്താം, ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഈ NHSലെ ഏതൊരു വേക്കൻസിയും അവർ ട്രാക്ക് ജോബ്സിൽ ആഡ് ചെയ്യാറുണ്ട്. അതിന് ആ ട്രാക്ക് ജോബ്സിൽ പോയി നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലവും നമ്മുടെ തൊഴിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേക്കൻസികളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അന്നേരം നമ്മുടെ നാട്ടിൽ നിന്ന് ഡിപ്പെൻഡൻസ് ആയിട്ടൊക്കെ വന്നവർക്കാണെങ്കിൽ, സ്പോൺസർഷിപ്പ് വേണ്ടാത്തവർക്കാണെങ്കിൽ അതിലെല്ലാം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ സ്പോൺസർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്. പിന്നെ മറ്റൊരു കാര്യം, പല NHSകളും ഇപ്പോൾ നിങ്ങൾ സ്പോൺസർഷിപ്പ് നോക്കുന്ന ഒരാളാണെങ്കിൽ പല NHSകളും ബാൻഡ് 3 പൊസിഷനാണ് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത്. അന്നേരം സ്പോൺസർഷിപ്പ് ആവശ്യമുള്ള ഒരാളാണെങ്കിൽ കഴിയുന്നതും ബാൻഡ് 3 പൊസിഷനുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അന്നേരം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഏറ്റവും നല്ലതാണെന്ന് ഉറപ്പുവരുത്തുക. ടൈം എടുത്ത് തന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം. കാരണം ആ ആപ്ലിക്കേഷൻ അത്ര ഈസി ആയിട്ട് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞമല്ല, കുറച്ച് അധികമുള്ളതാണ്. അന്നേരം ഇപ്പോൾ യുകെയിലെത്തിയ നേഴ്സുമാർക്ക്, അതായത് കെയറായിട്ടോ സീനിയർ കെയറായിട്ടോ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് ഒരു നല്ലൊരു അവസരമാണ് അവർക്ക് NHSലേക്ക് ബാൻഡ് 3 കയറാനുള്ളത്. കാരണം ഈ NHSൽ ബാൻഡ് 3 കയറി കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് 1 വർഷത്തെ എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് ഇംഗ്ലീഷ് ടെസ്റ്റ് ഇല്ലാതെ SIFE വഴി നമുക്ക് NMCയുടെ പിൻ നമ്പർ നമുക്ക് നേടിയെടുക്കാം. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാം കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് എഴുതിയിട്ടും പാസ്സാകാൻ സാധിക്കാത്തവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു മാർഗമാണ് SIFE എന്നുള്ള റൂട്ട്. ഞാൻ ഈ SIFE റൂട്ടിനെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയില്ല. കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെച്ചപ്പെടുത്തി കഴിയുന്നതും IELTSഉം OETയും എഴുതി തന്നെ നിങ്ങൾ NMC രജിസ്ട്രേഷൻ നേടാൻ ശ്രമിക്കുക. അതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾ യുകെയിൽ ഏതെങ്കിലും ഡൊമിസിലറി കെയറിലാണോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹോമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ SIFE വഴി നേഴ്സ് ആകാനുള്ള ഓപ്ഷൻ കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ കൂടുതൽ പ്രയോറിറ്റി NHSൽ കയറാൻ വേണ്ടി കൊടുക്കണം. കാരണം പല NHSകളും ബാൻഡ് 3 സ്പോൺസർഷിപ്പ് തരുന്നുണ്ട്. അന്നേരം ഇപ്പോൾ നിങ്ങൾ സ്പോൺസർഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ NHSലോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്പോൺസർഷിപ്പ് ലഭിക്കും. 1 രൂപ പോലും കൊടുക്കാതെ നിങ്ങൾക്ക് ആ സ്പോൺസർഷിപ്പ് ലഭിക്കും. നമ്മൾ ജസ്റ്റ് വിസ ഫീസ് മാത്രം നമ്മൾ കരുതിയാൽ മതി. വിസ ഫീസ് തുച്ഛമായിട്ടുള്ള ഫീസല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാമല്ലോ, 284 പൗണ്ടേ ഉള്ളൂ 3 വർഷത്തെ വിസ ഫീസ് വരുന്നത്. അന്നേരം അത്രയും പൈസ ചെലവാക്കിയാൽ നിങ്ങൾക്ക് NHSലേക്ക് കയറാൻ സാധിക്കുന്നതാണ്. അന്നേരം യുകെയിൽ ഇപ്പോൾ ഡൊമിസിലറിയിലോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹോമിലോ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിലോ എത്തി നിങ്ങൾ അവിടെ തൃപ്തരല്ലെങ്കിൽ കഴിയുന്നത് നിങ്ങൾ NHSലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്ത് NHSൽ ബാൻഡ് 3 ആയിട്ട് കയറാൻ ശ്രമിക്കുക. അങ്ങനെ ബാൻഡ് 3 ആയിട്ട് NHSൽ കയറി അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഒരു നേഴ്സ് ആകാനുള്ള ശ്രമം നടത്തുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്രദമായിരിക്കും. മറ്റൊരു കാര്യം, ഇപ്പോൾ യുകെയിൽ എത്തിയ എല്ലാ നേഴ്സുമാരും, ഇപ്പോൾ കെയറായിട്ട് വന്നവരായാലും സീനിയർ കെയറായിട്ട് വന്നവരാണെങ്കിലും നിങ്ങൾ BSc നഴ്സിംഗോ ജനറൽ നഴ്സിംഗോ പോസ്റ്റ് BSc നഴ്സിംഗോ പഠിച്ചവരാണെങ്കിൽ കഴിയുന്നതും നിങ്ങൾ എല്ലാവരും IELTSO OETയോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക.
നിങ്ങൾക്ക് OET ആയിരിക്കും കുറച്ചുകൂടെ എളുപ്പം. കാരണം നിങ്ങൾക്ക് നാട്ടിൽ വെച്ച് 6 അല്ലെങ്കിൽ 5.5 6 ഒക്കെ കിട്ടിയവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇത്രയും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ഇവിടെ ഉള്ളവരുമായിട്ട് എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൊണ്ടും ഇവിടെ പേഷ്യൻസിനോടും റെസിഡൻസിനോടും ഇംഗ്ലീഷ് സംസാരിക്കുന്നതും പിന്നെ ഇവിടുത്തെ നോട്ട്സ് എല്ലാം എപ്പോഴും ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് OET പാസ്സാകാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് UK ഇപ്പോൾ എത്തിയ BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, പോസ്റ്റ് BSc നഴ്സിംഗ് കഴിഞ്ഞ് എല്ലാവരും തന്നെ നിങ്ങൾ NMC രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ CBTയും OSCEയും പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ OET ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. 1-2 പ്രാവശ്യം OET ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ മാത്രം SIFE വഴിയുള്ള റൂട്ട് സെലക്ട് ചെയ്യുക. കാരണം ഈ SIFE വഴിയുള്ള റൂട്ടിലൂടെ നിങ്ങൾ NMC പിൻ നമ്പർ ലഭിക്കുമ്പോൾ ഉള്ളൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മറ്റൊരു രാജ്യത്തേക്കൊക്കെ പോകണമെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള രാജ്യങ്ങളിൽ ഈ SIFE വഴി രജിസ്റ്റർ ചെയ്യുന്നവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് ഞാൻ കേട്ടത്. അന്നേരം നിങ്ങൾക്ക് ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യമേ NMC പിൻ നമ്പർ ലഭിക്കാനുള്ള ഒരു അവസരം. അതിപ്പോൾ നിങ്ങൾ SIFE വഴി ആയാലും IELTS വഴി ആയാലും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കിട്ടുകയുള്ളൂ. അന്നേരം നിങ്ങൾ കഴിയുന്നത് നിങ്ങൾ IELTSഉം OETയും എഴുതി തന്നെ ആ ഒരു NMC പിൻ നമ്പർ നേടാനുള്ള ശ്രമം നടത്തുക. ഞാനത് ആരെയും കുറ്റപ്പെടുത്തിയോ അല്ലെ കുറച്ചോ പറയുന്നതല്ല. കാരണം നിങ്ങൾ അങ്ങനെ ഒരു റൂട്ടിലൂടെ ആ NMC പിൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ SIFE വഴി ആകുമ്പോൾ നിങ്ങൾ ഒന്നിൽ മാനേജർ അല്ലെങ്കിൽ അവരുടെ അസിസ്റ്റന്റ് മാനേജറൊക്കെ സൈൻ ചെയ്ത് അവരുടെ സഹായം കൊണ്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ OET IELTS എഴുതി നേടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവ് കൊണ്ട് നേടിയെടുക്കുന്നതാണ്. ഞാൻ കുറ്റം പറയുന്നതല്ല, ആരെയും കൊച്ചാക്കി പറയുന്നതുമല്ല. കാരണം ഈ SIFE അവർ കൊണ്ടുവന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 8 വർഷമായിട്ട് UK സീനിയർ കെയറായിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ സപ്പോർട്ട് വർക്കറായിട്ടോ വർക്ക് ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാം പാസ്സാകാതിരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ ആ സമയത്ത് UK സീനിയർ കെയറും കെയർ അസിസ്റ്റന്റ് വേക്കൻസി ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ വന്നു. അങ്ങനെ വന്നതുകൊണ്ട് ജസ്റ്റ് നാരിക്ക് വെച്ചുകൊണ്ട് പലരും UK കെയറും സീനിയർ കെയറായിട്ട് വന്നു. അന്നേരം ഈ നാരിക്ക് വെച്ച് വരുമ്പോഴുള്ള കാര്യം അറിയാമല്ലോ, അവരുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം ചെക്ക് ചെയ്യുന്നതേ ഇല്ല. അന്നേരം അങ്ങനെ വന്ന പലരും നഴ്സിംഗ് ഹോമുകളിൽ വർക്ക് ചെയ്തു. അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ മാനേജർമാരുടെ സഹായം കൊണ്ട് അവർ NMC പിൻ നമ്പർ നേടിയെടുത്തു SIFE വഴി. പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെച്ചപ്പെടുത്തിയിട്ടേ ഇല്ല. ഒരു കാരണവശാലും ഇംഗ്ലീഷ് ലാംഗ്വേജ് മെച്ചപ്പെടുത്താതെ നിങ്ങൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തരുത്. പ്രത്യേകിച്ച് NHS പോലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ SIFE വഴി പിൻ നമ്പർ കിട്ടിയാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെച്ചപ്പെടുത്തി നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ NHSലേക്ക് നിങ്ങൾ ജോലിക്ക് കയറാവുള്ളൂ. കാരണം കെയർ ഹോമിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരിക്കും NHSൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം കെയർ ഹോമിലോ റെസിഡൻഷ്യൽ ഹോമിലോ ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏകദേശം സെയിം റെസിഡൻസിനെയാണ് എല്ലാ ദിവസവും കാണുന്നത്. പക്ഷേ നിങ്ങളൊരു NHS പോലെ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മിക്കപ്പോഴും 2-3 ഡേയ്സ് കൊണ്ട് പേഷ്യൻസ് മാറിക്കൊണ്ടിരിക്കും. അന്നേരം അവരുമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടി വരും. അന്നേരം അവർ പറയുന്നതും അവരുടെ റിലേറ്റീവ്സ് വരുമ്പോൾ അവർ പറയുന്നതും ഈ ഡോക്ടേഴ്സ് പറയുന്നതും എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്കത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അന്നേരം നമ്മുടെ പിൻ നമ്പർ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് പിൻ നമ്പർ കിട്ടുന്നതിനും കാട്ടി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് UK. അന്നേരം അതുകൊണ്ട് UK എത്തിയ നേഴ്സുമാർ BSc നേഴ്സായാലും ജനറൽ നേഴ്സായാലും പോസ്റ്റ് BSc നേഴ്സായാലും നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരിക്കണം. ഉറപ്പായിട്ട് നിങ്ങൾ ഏത് അവസരം കിട്ടിയാലും നിങ്ങൾ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുക. UK എത്തിയ നിങ്ങൾ കഴിയുന്നതും എല്ലാവരുമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുക. BBC പോലുള്ള ന്യൂസുകൾ കാണാൻ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. പക്ഷേ പലർക്കും ഇതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല എന്ന് പറയും. പക്ഷേ നമ്മൾ അതിനുവേണ്ടിയുള്ള സമയം കണ്ടെത്തണം. നമുക്ക് UK പോലെ രാജ്യത്തിൽ നേഴ്സ് ആകുന്നതല്ല കാര്യം. ആ നേഴ്സായിട്ട് നമ്മൾ നമ്മുടെ കഴിവ് അവിടെ തെളിയിക്കണം. നമുക്ക് കഴിവ് തെളിയിക്കണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നല്ലതായിരിക്കണം. അന്നേരം നിങ്ങൾ ഇനി SIFE വഴി ആയാലും IELTS OET വഴി പാസ്സായാലും നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് 100% കോൺഫിഡൻ്റ് ആയിരിക്കണം നിങ്ങൾ. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് IELTS OET ഒക്കെ പൈസ കൊടുത്തു വരുന്നുണ്ട്. അവരെ കുറിച്ച് പുച്ഛമാണ് നമുക്ക് തോന്നാറുള്ളത്. കാരണം സ്വന്തം കഴിവുകൊണ്ട് നേടാനൊക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ ദയാൽ അല്ലെങ്കിൽ 10 ലക്ഷം 15 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചിട്ട് ഇവിടെ ഒന്ന് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ പുറമെ അവർ കാണിച്ചില്ലേ പോലും അവരുടെ മനസ്സിൽ അവരോടുള്ള ഒരു പുച്ഛം അവർക്ക് എന്നും കാണും. അന്നേരം അതൊക്കെ വിട്ടേരെ. പക്ഷേ നമ്മൾ ഒരാൾ നേഴ്സ് ആകുകയാണ്, നിങ്ങൾ നേഴ്സ് ആകുകയാണെങ്കിൽ നിങ്ങൾ കഴിവ് തെളിയിച്ചിട്ട് തന്നെ അവിടെ വരണം. അന്നേരം കഴിയുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെച്ചപ്പെടുത്തുക. OET IELTS ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ മാത്രം SIFEൻ്റെ റൂട്ടിൽ പോകാൻ നോക്കുക. അന്നേരം UK നിങ്ങൾക്ക് ഇപ്പോൾ അറിയാമല്ലോ, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സ് അറിയാം. ഇപ്പോൾ IELTS ആണെങ്കിൽ റൈറ്റിംഗ് 6.5 റിമൈനിങ് എല്ലാത്തിനും 7 വേണം. നമുക്ക് ക്ലബിംഗ് ഉണ്ട്, ഒരു വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യം എഴുതി നേടാം. ഒരു 0.5 കുറവാണെങ്കിലും കുഴപ്പമില്ല, അടുത്തതിന് അത് കവർ ചെയ്താൽ മതി. അതായത് റൈറ്റിങ്ങിന് നമുക്ക് 2 സിറ്റിംഗ്സിലും മിനിമം ഉണ്ടായിരിക്കണം. ഒരു സിറ്റിംഗിൽ 6.5 കിട്ടണം. ലിസണിങ് സ്പീക്കിംഗ് റീഡിങ്ങിന് 6.5 എല്ലാ സിറ്റിംഗിലും ഉണ്ടായിരിക്കണം. ഒരു സിറ്റിംഗിൽ നമുക്ക് 7 കിട്ടിയിരിക്കണം. അങ്ങനെ നമുക്ക് ആ കമ്പൈൻഡ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ OET സ്കോർ നിങ്ങൾക്ക് അങ്ങനെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അന്നേരം അതിനുള്ള ശ്രമങ്ങൾ നടത്തുക. പിന്നെ മറ്റൊരു ഉപദേശം, UK എത്തിയ നേഴ്സുമാരല്ലാത്തവർ BSc നഴ്സിംഗ് ജനറൽ നഴ്സിംഗ് പോസ്റ്റ് BSc നഴ്സിംഗ് പഠിക്കാതെ UK എത്തിയ എല്ലാവരും ചെയ്യേണ്ടത്, ഇപ്പോൾ കെയറായിട്ടോ സീനിയർ കെയറായിട്ടോ എത്തിയ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് ഇവിടെയുള്ള NVQ ലെവൽസ് ചെയ്യാൻ നോക്കുക. NVQ ലെവൽ 3 നിങ്ങൾ നാട്ടിൽ പഠിച്ചത് കഴിഞ്ഞുള്ള ലെവലുകൾ NVQ ചെയ്യാൻ നോക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന പല സ്ഥാപനങ്ങളും നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള ഫണ്ടിങ് തരുന്നതാണ്. അന്നേരം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. ഇങ്ങനെ ഇവിടെ എത്തി പണ്ട് ഇവിടെ എത്തി ജസ്റ്റ് കെയറായിട്ട് കയറി മാനേജറായിട്ടുള്ള ഒരുപാട് പേര് നമുക്കറിയാം. അതുകൊണ്ട് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ MBA ഒക്കെ പഠിച്ച ഒരുപാട്
ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ കെയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം നിങ്ങൾ കഴിയുന്നതും ആ ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിലേക്ക് വേണ്ട NVQ ലെവലുകൾ ചെയ്ത് അവിടുത്തെ മാനേജറൊക്കെ ആകാനുള്ള ശ്രമം നടത്തുക, അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജറുടെ ശ്രമം നടത്തുക, അങ്ങനെ പ്രൊമോഷൻ നേടിയെടുക്കാൻ നോക്കുക. നമ്മൾ ഒരിക്കലും ഇവിടെ വന്ന് കെയറായി സീനിയർ കെയറായി എത്തിയെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നമ്മളുടെ ലൈഫ് നിർത്തരുത്. നമ്മൾ നമ്മുടെ ജേർണി തുടർന്നുകൊണ്ടിരിക്കണം. നമുക്ക് മുമ്പോട്ട് ഒരുപാട് അവസരങ്ങളുള്ള രാജ്യമാണ്. ഈ UK ഈ NHS വേക്കൻസികൾ ഒരിക്കലും അവസാനിക്കില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരുപാട് പേര് പെൻഷനായിട്ട് മാറുന്നുണ്ട്, ഒരുപാട് പേര് നേഴ്സിംഗ് ഹോമുകളിലേക്ക് പോകുന്നുണ്ട്, ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അന്നേരം അതിനനുസരിച്ച് റിക്രൂട്ട്മെന്റ് നടത്തണം അവർ, അല്ലാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ UK NHS വേക്കൻസികൾ ഒരിക്കലും കുറയുകയില്ല. NHS വേക്കൻസികൾ എന്നും നിലനിന്നുകൊണ്ടിരിക്കും. ഈ SIFE വഴി കുറെ പേര് നേഴ്സായി NHS പോയാലും നമുക്ക് ആ നേഴ്സിംഗ് ഹോമുകളിൽ വേക്കൻസി വരും. അതുകൊണ്ട് തന്നെ UK അവസരങ്ങൾ ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിൽ ഒരിക്കലും കുറയുകയില്ല. അത് എപ്പോഴും നമുക്ക് അവസരങ്ങൾ തുറന്നു തന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും NHS പ്രത്യേകിച്ച് UK ഇപ്പോൾ സ്റ്റുഡന്റ് വിസയിൽ ഉള്ളവർ നിങ്ങൾ കഴിയുന്നതും NHS സപ്പോർട്ട് വർക്കേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം സപ്പോർട്ട് വർക്കർ ആയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവർ പറഞ്ഞ നിയമം അനുസരിച്ച് 6145 6146 ഉള്ളൂ ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കാത്തത്. സപ്പോർട്ട് വർക്കറായിട്ട് എടുക്കുന്നത് 6141 ആണ്. ആ കോഡ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് അവരുടെ ഡിപെൻഡൻസിനെ കൂടെ നിർത്താവുന്നതാണ് ഇന്നുവരെയുള്ള അറിയിപ്പ്. അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപെൻഡൻസിനെ ഇവിടെ കൂടെ നിർത്താൻ സാധിക്കുന്നതാണ്. അല്ലാതുള്ള കെയർ ജോബിന് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിപെൻഡൻസിനെ UK കൂടെ നിർത്താൻ സാധിക്കുകയില്ല. സ്റ്റുഡന്റ് വിസയുടെ കാര്യമാണ് പറയുന്നത്, കെയർ വിസയുടെ കാര്യമല്ല പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്താൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.